നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? വിപിനെ എനിക്ക് നല്ലോണം അറിയാം. എങ്ങനെയാന്നോ വീണ പറഞ്ഞിട്ട്. ഓ, അവളുടെ സുഹൃത്താണോ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്, എന്നിട്ട് മതി തീരുമാനങ്ങളൊക്കെ. എന്താ? വിപിനെ ഞാൻ കുറ്റം പറയുന്നല്ല. പ്രണയത്തിന്റെ ഒരു മോഡേൺ വേർഷനിൽ ഇക്കാലത്ത് സംഭവിക്കാറുള്ള ഒരു കാര്യം വിപിനും വീണയ്ക്കിടയിലും നടന്നു. കുറച്ചു സമയം വിപിൻ ബുദ്ധിമാനുമായി. പക്ഷേ അത് കഴിഞ്ഞപ്പോ വിപിനെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ നഷ്ടങ്ങൾ നിർത്താനാണോ എന്നെ വിളിച്ചത്? ആണെങ്കിലും ഭാര്യ വീട്ടുകാര്, അവരുടെ പക, അവര് നിങ്ങൾക്ക് തന്നിരുന്ന സാമ്പത്തികമായ പിന്തുണ പിൻവലിച്ചത് വല്ലാത്തൊരു അവസ്ഥയിലാ നിങ്ങളല്ലേ. നിങ്ങൾ എന്തിനാ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടുന്നത്? ഇത് അനാവശ്യമല്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും വേണ്ടുന്ന കാര്യങ്ങൾ. വിപിനെ സംബന്ധിച്ച് വിപിൻ ഇപ്പൊ വേണ്ടത് പണമല്ലേ, അത് ഞാൻ തരാം. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഉണ്ട്. ചില ഭ്രാന്തുകള് ഒരു രസാണല്ലോ. വിപിൻ ആവശ്യമുള്ള പണം ഞാൻ തരാം. ഞാൻ പറയുന്നൊരു കാര്യം വിപിൻ ചെയ്യുമെങ്കിലും. പറയൂ. വീണയിൽ നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞ് ഇപ്പോ ഹരിയുടെ കൂടെയാ. ആ കുഞ്ഞിനെ ഹരിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചെടുക്കണം. എന്നിട്ടെന്താ ആ കുഞ്ഞിനെ ഞാൻ വളർത്താനോ? ഇതാണോ നിങ്ങൾ പറഞ്ഞ വലിയ കാര്യം? അതിനെ വളർത്തുകയോ വലിച്ചെറിയുകയോ അതൊക്കെ വിപിന്റെ ഇഷ്ടം. വിപിനെല്ലാം നഷ്ടപ്പെട്ടതിന് കാരണം വീണയല്ല, ഹരിയാണ്. ഹരിയോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹമില്ലേ തനിക്ക്? ഹരി എന്റെയും ശത്രുവാണ്. അവനെ ഇല്ലാതാക്കാന്നുള്ളത് എന്റെ ലക്ഷ്യം. ഇപ്പോ ഹരി എല്ലാമായി കൊണ്ടു നടക്കുന്നത് ആ കുഞ്ഞിനെയാണ്. അതവന് നഷ്ടപ്പെട്ട അത് സഹിക്കില്ല അവന്. അവനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിയും. എനിക്കതാ കാണേണ്ടത്. അതിനുള്ള കൂലിയാ ഞാൻ വിപിനോട് പറഞ്ഞ പണം. പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി അയാളുടെ മുമ്പിലേക്ക് പോണം. നിയമപരമായി ആ കുഞ്ഞ് വിപിന്റേതാ. ഹരിക്കതില് ഒരവകാശവും ഇല്ല. താൻ ബിസിനസ് അറിയാവുന്ന ആളല്ലേ. ഇതൊരു ബിസിനസ് ഡീലായിട്ട് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. നമുക്ക് ശരിയാക്കാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കാണണം. പണത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് വേണം, അതല്ലേ? അത് ഞാൻ ചെയ്തോളാം. എങ്കില് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാനും ചെയ്യും. താങ്ക്സ്. ഹരി, നിനക്കുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു മോനെ. ഇതല്ല, ഇതിനപ്പുറം വേണമെങ്കിൽ ഞാൻ ചെയ്യും. നീ കണ്ടോ? നിന്നെ വീണയും തമ്മിൽ അകറ്റി നിന്റെ കൂടെ ഞാൻ ജീവിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.